പ്രണയചാരുത ഭാഗം 3. ആകാശവിതാനത്തിൽ നിന്ന് ചാറ്റൽ മഴയുടെ തൂവൽ സ്പർശമേറ്റ് ബസ്സിലേക്ക് കയറാൻ നിൽക്കവേ ഗൗരിയുടെ കണ്ണുകൾ ആ അശരീരി ശബ്ദത്തെ തേടി. ചുറ്റും കണ്ണോടിക്കവേ ഇളം തണുത്ത കാറ്റിൽ പ്രകൃതിയുടെ മൃദു സമ്മതമെന്നോണം പാതി മിന്നൽ വെളിച്ചം അവളുടെ ദൃഷ്ടിയിൽ കോറി മാഞ്ഞു നീങ്ങി. മിന്നൽ വെളിച്ചമേറ്റ് അവളുടെ കാഴ്ച ഒന്ന് പാളിയപ്പോൾ ബസ്സിൻ്റെ പടിയിൽ നിന്നും വീഴാനാഞ്ഞു ഗൗരി. വീഴാനൊരുങ്ങിയ ഗൗരിയെ ഏതോ ഒരു ശക്തിയുടെ അകമ്പടിയോടെ താങ്ങി നിർത്തപ്പെട്ടു. പ്രണയ കരവലയത്തിൻ്റെ നടുവിൽ ഗൗരി വല്ലാതെ നെടുവേർപ്പെട്ട് പിടഞ്ഞുപോയി. അവളെ തേടിയ കാന്തിക ശക്തിയുള്ള 2 കണ്ണുകൾ അവളുടെ മാൻപയുടെ കണ്ണുകളിൽ ഉടക്കി നിന്നു. കണ്ണുകളോട് പറയാതെ പറഞ്ഞ പ്രണയത്തിൽ ഇരുവരും നിമിഷങ്ങൾ കടന്നുപോയതറിയാതെ നിന്നു. ഇളം ചാറ്റൽ മഴയുടെ നേരിയ തണുപ്പിലും 2 പേരും അറിയാതെ ശരീരത്തിൽ പടർന്ന ചുടുവിയർപ്പിൻ്റെ പൊള്ളൽ തിരിച്ചറിഞ്ഞു. തന്നിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയാതെ പറഞ്ഞ് ഗൗരി അവനെ അവളിൽ നിന്നും പെട്ടെന്ന് അടർത്തി മാറ്റി. ഗൗരി, നിൻ്റെ മനസ്സിപ്പോൾ ഒരുപാട് ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ നീ ഒന്നും ചോദിക്കേണ്ട. ഈ മാൻപയുടെ കണ്ണുകളെ എനിക്ക് തന്നൂടി. എൻ്റേത് മാത്രമായിക്കൂടി നിനക്ക്. നീ എന്നെ കണ്ടത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എങ്കിലും കുട്ടിക്കാലം മുതലേ മനസ്സിൽ കൊണ്ടു നടന്ന നിധിയാണ് എനിക്ക് നീ. ഗൗരി ഇത് കേട്ടപ്പോൾ കുറച്ചു നേരം സ്തബ്ധയായി നിന്നു. അവൾക്ക് അവളുടെ കാതുകളെ വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. സത്യമാണ് ഗൗരി, നിൻ്റെ കിച്ചേട്ടനാടി ഞാൻ. വർഷങ്ങൾക്ക് പിന്നിലേക്ക് ചെറിയൊരു തിരിഞ്ഞുനോട്ടം. വർഷങ്ങൾക്ക് മുൻപുള്ള ഗൗരിയുടെയും കിച്ചൻ എന്ന യദുകൃഷ്ണയുടെയും 10ാം ക്ലാസ് കാലം. സ്കൂളടപ്പിൻ്റെ അവസാന ദിവസത്തിൻ്റെ ഓട്ടോഗ്രാഫ് താളുകളിൽ കവിതകളിലൂടെ നിന്നെ പ്രണയിക്കുന്ന നിൻ്റെ മാത്രം യദുകൃഷ്ണ. ഒരിക്കൽ നിനക്കായി ഞാൻ വരും. നിന്നെ എൻ്റെ പാതിയാക്കാൻ ഞാൻ വരും. നിൻ്റെ കവിതയ്ക്ക് പ്രണയത്തിൻ്റെ നിറമേകാൻ ഞാൻ വരും എന്ന ഓർമ്മക്കുറിപ്പ് ഗൗരിയുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. അതേ ഗൗരി, എനിക്കായി മാത്രം പിറന്നവളാണ് നീ. എനിക്ക് വേണം നിന്നെ. കിച്ചേട്ടാ, അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കെന്ത് പറയണമെന്നറിയില്ല. കിച്ചൻ അവളുടെ കൈകളെ തൻ്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് കണ്ണുകൾ തമ്മിൽ കോർത്ത് അവർ ചേർന്ന് നിന്നു. ഇതെല്ലാം കണ്ട് രേണുവും ബസ്സിൽ കയറാതെ ഒരു ഓരം മാറി നിൽക്കുകയായിരുന്നു. ഇനി അവർ പ്രണയിക്കട്ടെ. കളങ്കമില്ലാത്ത വർഷങ്ങൾ നീണ്ട പ്രണയ സാഫല്യത്തിൻ്റെ സാക്ഷികളാക്കി പ്രകൃതിയും അനുഗ്രഹവർഷം പേമാരിയായി ചൊരിഞ്ഞുകൊണ്ടിരുന്നു. തീവ്ര പ്രണയപങ്കിലമായ കിച്ചൻ്റെയും ഗൗരിയുടെയും മാത്രം നിമിഷങ്ങളായിരുന്നു അത്. ഇവരെ 2 പേരെയും മാത്രം നോക്കി വീക്ഷിച്ചുകൊണ്ട് തീ പോലെ ജ്വലിക്കുന്ന, കോപാഗ്നിയിൽ വിറയ്ക്കുന്ന 2 കണ്ണുകൾ കുറച്ചു മാറി ഒരു കടക്കരിയിൽ നിൽപ്പുണ്ടായിരുന്നു. പ്രണയമഴയിൽ ഈ കോപാഗ്നി കത്തി നശിക്കുമോ, അതോ കനൽ ചൂടിൽ ഈ പ്രണയക്കതിർ കത്തിയെരിയുമോ? നമുക്ക് കാത്തിരിക്കാം. ഇവരുടെ പ്രണയ സാക്ഷാത്കാരം പൂവണിയുമോ, അതോ ആ കോപാഗ്നി ചൂടിൽ ഇത് കെട്ടടങ്ങുമോ?